ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ആടുകൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊന്നും സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ താല്പര്യമൊന്നുമുള്ള കാര്യമല്ല കേട്ടോ ഇത്. പക്ഷേ നമുക്ക് ഒരുപാട് പേരെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. നമ്മളെ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളാണ്. അപ്പം അങ്ങനെ ഒരുപാട് ആടുകളിനെ നമുക്ക് നിർത്തിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളതുകൊണ്ട് മാത്രം നമ്മളൊരു 4 ആടുകളിനെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. 4 പെൺകുട്ടികളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4 ആടുകളും ഏകദേശം ഒരു 7-8 മാസമൊക്കെ ആയ ആടുകളാണ് കേട്ടോ. എല്ലാവരും ചെനയായിരുന്നു, അതായത് എല്ലാവരും പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നാമത് ഈ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കച്ചവടക്കാർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതാണ് ആ വണ്ടിയിൽ വേറെ ആടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നത് നമുക്കങ്ങനെ വലിയ ലാഭമൊന്നും പറയാനുണ്ടാവില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ നമ്മളെ കച്ചവടം നടക്കുക. പക്ഷെ ആരെങ്കിലും വളർത്താനൊക്കെ വീട്ടിലേക്ക് വളർത്താനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ, ആടിനെ വാങ്ങിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അവർക്ക് കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 4 ആടുകളുടെയും കൂടി കൊടുത്തത് 28,000 രൂപയ്ക്കാണ് കേട്ടോ. എനിക്കിത് വലിയ നഷ്ടമൊന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീറ്റയും കാര്യങ്ങളും നമ്മളങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പുല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തത്. അതുകൊണ്ട് നമുക്കങ്ങനെ നഷ്ടമാവാനുള്ള ചാൻസ് ഒന്നുമില്ല. ശരിക്കും നമ്മൾ ഈ കച്ചവടക്കാർക്ക് കൊടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കാരണം അവർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് വേറെ ആളുകൾക്ക് കൊടുക്കുകയാണല്ലോ. അപ്പോൾ അവരൊരു ലാഭം കൂടി മുന്നിൽ കണ്ടിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ പൈസ തരുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഈ ഒരു പൈസ വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഈ ഒരാൾ ആട് കയറാനേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ബാക്കി ആടുകളൊക്കെ ഇത് എന്താണെന്ന് മനസ്സിലാവാണ്ട് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എല്ലാവരും ഏകദേശം കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷീറ്റ് പൊക്കി നോക്കിയപ്പോൾ അതിൽ ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. പെണ്ണാടുകളായതുകൊണ്ട് തന്നെ മിക്കവാറും വളർത്താനൊക്കെ തന്നെയായിരിക്കും കേട്ടോ ആളുകൾ വാങ്ങിക്കുന്നുണ്ടാവുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇതിന് മുമ്പ് നമ്മളൊരു മുട്ടനാടിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഒരാടിനെ 15,000 രൂപയ്ക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ആടിനൊക്കെ വളർത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ് കേട്ടോ. കാരണം എവിടെയും കൊണ്ടുപോയി കെട്ടാൻ പറ്റില്ല, എവിടേക്കും വിടാൻ പറ്റില്ല. ഫുള്ള് മഴയും പിന്നെ അവർക്ക് ഉള്ള ഇലകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ മഴക്കാലത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ മഴക്കാലത്താണ് നമ്മൾ അവരെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ശരിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആടിനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നല്ല റേറ്റ് ആണ് കേട്ടോ. നമ്മൾ നല്ല വില കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ആടുകളിനെ വാങ്ങിച്ചത്. പക്ഷെ നമ്മളത് സെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അത്രത്തോളം പൈസ ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ ഒരിക്കലും ആട് വളർത്തൽ നഷ്ടമൊന്നും നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. കാരണം ഒരുപാട് സ്ഥലവും ഒരുപാട് പുല്ലും അയച്ചു വിടാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആടിനെ വളർത്തുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ വലിയൊരു എഫേർട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് അവരെവിടെയെങ്കിലും കൊണ്ടുപോയി വിടുക, അങ്ങനെ വെള്ളം കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ 24 മണിക്കൂർ അവരെ കൂടെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമുക്ക് കൊടുത്താലും ആവശ്യത്തിലുള്ള പൈസ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാലൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. ആട്ടുംപാൽ ശരിക്കും പറഞ്ഞാൽ അമൃതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പം വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആടിനെ വളർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നല്ലതാണ്. നമുക്കങ്ങനെ വലിയൊരു എഫേർട്ട് കാര്യങ്ങളൊന്നും ഇതിന് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.